തിരുവനന്തപുരം പാളയം മാർക്കറ്റിൽ അനധികൃതമായി നിർമ്മിച്ച കെട്ടിടങ്ങൾ കോർപ്പറേഷൻ പൊളിച്ചു നീക്കി. അംഗീകൃത കടകളെ തടസ്സപ്പെടുത്തി അനുമതിയില്ലാതെ നിർമ്മിച്ച ഷെഡുകളാണ് ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ പൊളിച്ചത്. തലസ്ഥാനത്തെ ED ആക്രമണ കേസിൽ പ്രതിയായ CPM നേതാവ് പാളയം സന്തോഷിന്റെ നേതൃത്വത്തിലാണ് കടകൾ അനധികൃതമായി നിർമ്മിച്ച് വാടകയ്ക്ക് നൽകിയെന്നാണ് വ്യാപാരികളുടെ പരാതി. എന്റെ പൊന്നു ദൈവമേ, ഇതല്പം ക്രൂരമായി പോയോ അതോ ഇതിവർക്ക് ആവശ്യമായിരുന്നോ? എന്തായാലും ആദ്യം BJPയുടെ കൗൺസിലർ ഉണ്ട്, പുള്ളിക്കാരി എന്താ പറയുന്നതെന്നൊന്ന് കേട്ട് നോക്കിക്കേ. നേരത്തെ നോട്ടീസ് നൽകിയിട്ടുണ്ടായിരുന്നത് ഇവർ പറയുന്നത് ഇതിൽ ലൈസൻസ് ഉണ്ട് ഉൾപ്പെടെയുള്ള കാര്യം. ഒരിക്കലും ലൈസൻസ് വരില്ല. ഇത് കോർപ്പറേഷന്റെ സ്ഥലമാണ്. ഈ സ്ഥലത്ത് എങ്ങനെയാണ് ലൈസൻസ് വരുന്നത്? അവർക്ക് ചിലപ്പോൾ എന്തെങ്കിലും ചാരിറ്റിയുടെ രജിസ്ട്രേഷൻ കാണുമായിരിക്കും. ഇത് കോർപ്പറേഷന്റെ ബിൽഡിങ്ങിൽ രജിസ്ട്രേഷൻ ഇല്ല. ഇത് കോവിഡ് സമയത്ത് കോവിഡ് എന്ന് പറഞ്ഞ് തുടങ്ങിയ ഒരു ഓഫീസ്, ഈ ഓഫീസ് കെട്ടി അടച്ചെടുത്തത് പോലും ഇവരാണ്. അതിപ്പോൾ പാർട്ടി ഓഫീസാരാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പാർട്ടി ഓഫീസ് അല്ല എന്ന് പറയാൻ അതിനകത്തുനിന്ന് നിങ്ങൾ എടുത്ത് മാറ്റിയതെല്ലാം പാർട്ടി കൊടികളല്ലേ? പിന്നെ എങ്ങനെയാണ് പാർട്ടി ഓഫീസ് അല്ല എന്ന് പറയുന്നത്? കോവിഡിന്റെ ഓഫീസാണെങ്കിൽ അത് പൊളിച്ചു മാറ്റുന്നത് എന്തിനാണ്? ഇത്രയും ഇത് കാണിക്കേണ്ട ആവശ്യം എന്താണ്? നോട്ടീസ് ഒരാഴ്ചയ്ക്ക് മുമ്പ് ഹെൽത്തിൽ നിന്ന് നൽകിയിട്ടുണ്ട്. അത് അവർ വായിച്ചതിന് ശേഷം അവർ ഇതിനെ വലിച്ചീറി കളയുകയും ചെയ്തത്. അവിടെ ഒട്ടിച്ച പാടുകൾ വരെ അവിടെ ഉണ്ട്. ഇനി എന്തായിട്ട് പ്രവർത്തിക്കാനാണ് ഈ പ്രോജക്റ്റ്? ഒരു പ്രോജക്റ്റ് വെച്ചിട്ടുണ്ട്. പ്രോജക്റ്റ് റെഡി ആയിട്ടുണ്ട്. അത് വരും ദിവസങ്ങളിൽ അത് നടപ്പിലാക്കും. അയ്യോ, ഇതത്ര ശരിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം ലക്ഷങ്ങൾ മുടക്കി കടക്കാർ അവിടെ കടകൾ സ്ഥാപിച്ചിട്ട് 1 രൂപ പോലും മുടക്കാതെ പാർട്ടിയുടെ ബലത്തിൽ സ്ഥാപനങ്ങൾ അങ്ങനെ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണെന്നാണ് എന്റെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അതോ ഇതൊക്കെ ചുമ്മാതെ നമ്മുടെ BJP ഭരണത്തിന് കയറിയ ശേഷം LDFകാർക്ക് കൊടുക്കുന്ന പണിയാണോ? അങ്ങനെയൊക്കെയാണല്ലോ കണ്ടുവരുന്നത്. എന്തായാലും ഇവരുടെ ഈ അടിപിടിയൊക്കെ കാണുമ്പോ എനിക്കിതാണ്ട് ഈ സീന ഓർമ്മ വന്നേ. ആനകളായ നമ്മുടെ തലയിൽ കയറിയിരുന്ന് നമ്മളെ ചവിട്ടി താഴ്ത്താൻ നോക്കുന്ന ചില ചൊറിയൻ തവളകൾ ഉണ്ടിവിടെ. നിന്റെയൊക്കെ ഈ പണി അങ്ങ് ഇന്ത്യയിലേ നടക്കൂ. ഇത് കേരളമാണ്.